എനിക്ക് സ്പൈസ് ടോളറൻസ് വളരെ കുറവാണ്. ആണോ? ഇത് പറ്റില്ല, ഒട്ടും പറ്റില്ല. അപ്പൊ അമ്മ കുഞ്ഞിലെ തൊട്ട് എരിവ് എല്ലാത്തിനും കുറച്ചിടുവോ? ഇല്ല, അമ്മ കുറച്ച് ആദ്യം വീട്ടിൽ തന്നെ കുറച്ചിട്ടാണ്. വീട്ടിലുണ്ടാക്കുമ്പോഴൊന്നും അത്ര എരിവിടല്ല, അപ്പൊ പുറത്ത് പോയിട്ട് കഴിക്കുമ്പോൾ. അപ്പൊ അച്ഛനും ബ്രദറിനും അവർക്കൊക്കെ എങ്ങനെയാ? ആർക്കും എരിവ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ആ, നല്ലൊരു സുഖം. ഓക്കെ. ഇപ്പൊ എന്തായാലും ഫുഡിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നോണ്ട് ഞാൻ ചോദിക്കും, സെറ്റിലെ ഫുഡൊക്കെ എങ്ങനെയാ? സെറ്റിലെ ഫുഡ് ഐ തിങ്ക് ഓരോ സെറ്റും വേറെ വേറെ പോലെയാണ്. മലയാളത്തിലെ പക്ഷേ സെറ്റിലെ ഫുഡൊക്കെ അടിപൊളിയല്ലേ? ഞാൻ ഇപ്പൊ സിനിമ ചെയ്തല്ലോ, അപ്പൊ അതിന് മുന്നേ എന്റെ അടുത്ത് ഇതിലൊക്കെ പോയ ആൾക്കാർ പറഞ്ഞു സെറ്റിലെ ഫുഡ് അടിപൊളിയാന്ന് എല്ലാരും ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ശരിയാണ്, അടിപൊളിയാണ്, നല്ല ഫുഡാണ്. രാവിലെയും എനിക്ക് പേഴ്സണലി രാവിലെയും ഉച്ചക്കത്തെ ഫുഡ് നല്ല ഇഷ്ടം. രാത്രിയിൽ എനിക്ക് അത്ര പറ്റില്ല, കാരണം കഞ്ഞിയൊക്കെയാണ് ഉണ്ടാവും. അത് കഞ്ഞി പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും, ലൈക് ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാവും. എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടമുള്ളത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡും അടിപൊളിയാണ്. ഡിഫറെന്റ് കറിയും എല്ലാം കിട്ടും. പക്ഷെ രാത്രിത്തെ ഫുഡ് പോരാ. ഓക്കെ. ഇപ്പോ ഈ സ്കൂളിലോട്ടൊക്കെ സ്കൂൾ ടൈം തൊട്ടേ വന്നതാണോ? ചെറിയ ആളായിരിക്കും തൊട്ടാ പിന്നെ ഒരു സെലിബ്രിറ്റി ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് ചെന്നപ്പോഴേക്കും കുറച്ച് ഞാനൊരു സെലിബ്രിറ്റി എന്നൊക്കെ ഉള്ള ഒരു സീനായിരുന്നു? അങ്ങനെയല്ലായിരുന്നു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ ചെറുപ്പത്തിലേ തൊട്ട് കാണുന്നോണ്ട് ആ ഒരു സഡൻ ഷിഫ്റ്റ് അവർക്ക് മനസ്സിലാവാനുള്ള ഒരു ഇതില്ലായിരുന്നു. സെയിം സ്കൂൾ തന്നെയായിരുന്നോ? ഇല്ല, ഞാൻ ആദ്യം ഇവിടെ ചോയ്സിലായിരുന്നു. അത് അപ്പോ ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്സ് തന്നെയായിരുന്നു. അപ്പൊ ഈ സിനിമയിൽ വന്നൊന്നും വലിയ കാര്യമില്ലായിരുന്നു അവിടെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂൾ മാറിയപ്പോ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് അത് ഭാസ്കർ ദാസ്കളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. സോ ഐ ലവ് യു മമ്മിയൊക്കെ ഇങ്ങനെ ഒരു ഇതിലിരിക്കുന്ന സമയമാണ്. പാട്ടൊക്കെ ഫുൾ. സോ ആ സമയത്തൊരു സിനിമ നടിയുണ്ട് സ്കൂളിൽ എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. ഓക്കെ. അത് പക്ഷെ ഇങ്ങനെ പഠിക്കുമ്പോ ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയിരുന്നു. പക്ഷെ എന്നാലും ഇപ്പൊ പിള്ളേരെല്ലാരും ഇങ്ങനെ നോക്കുന്നു, കുറച്ചൊന്ന് റിസർവ്ഡ് ആവുമായിരുന്നു സ്കൂളിൽ ആ ടൈമില്? ഞാൻ ജനറലി ഒരു റിസർവ്ഡ് കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. ഓക്കെ. എന്ത് ദിവസമാണ്? താങ്ക് യു. എനിക്ക് എന്റെ ഡ്രസ്സിന്റെ കളർ. യെസ്. എന്താ പറഞ്ഞത്? സ്കൂൾ എനിക്ക് ഐ തിങ്ക് രണ്ടും ഉണ്ടായിരുന്നു. കാരണം ഒരു നോർമൽ അല്ലാത്തൊരു എക്സ്പീരിയൻസ് അല്ലേ അത്, എല്ലാവർക്കും കിട്ടാത്തൊരു സംഭവമാണ്. സോ എനിക്ക് ഇത്തിരി അൺകംഫർട്ടബിൾ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാവർക്കും ഇല്ലാത്തൊരു സംഭവം നമുക്ക് വരുമ്പോൾ ലൈക്ക് എന്താണ് ഇപ്പം അത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഐ തിങ്ക് ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഹൈപ്പ്. അത് കഴിഞ്ഞാൽ അല്ല, എന്റെ സ്വഭാവം പിന്നെ എല്ലാരും എന്താ എനിക്ക് അങ്ങനെയാണ് ഒരു കണക്കിന്. പക്ഷെ പിന്നെ നല്ലതല്ലേക്ക് എപ്പോഴും അങ്ങനെ ആവുമ്പോഴേക്കും നമുക്കും കുറച്ചും കൂടെ ലൈക്ക് സ്കൂളിൽ. അതെ. അടുത്തത് പ്രോൺസ്. എന്റെ ഫേവറേറ്റ് ആണ് പ്രോൺസ്. എന്റെ ഫേവറേറ്റ് ആണ്. ആണോ? ചൂടുണ്ടോ? അറിയില്ല, കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? നല്ല ഇതും ഇതുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണോ എനിക്കറിയില്ല. ഇത് എത്ര എരിവുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കഴിക്കും. പ്രോൺസ് ആണോ ലൈക് സീ ഫുഡിൽ ഏറ്റവും ഇഷ്ടം? ഞാൻ പ്രോൺസ് മാത്രമേ സീ ഫുഡിൽ കഴിക്കാറുള്ളൂ. വേറെ ഒന്നും കഴിക്കില്ല? ഫിഷ് ഒന്നും കഴിക്കില്ല? ഫിഷ് ഇങ്ങനെ നെയ്മീനും അങ്ങനത്തെ കുറച്ച് ഫ്ലഷ് ടൈപ്പ് ഫിഷ് കഴിക്കും. അതും വളരെ കുറവാണ്. ഫ്രൈ ചെയ്താൽ കഴിക്കുന്നേ ഉള്ളൂ. മുള്ളുള്ളതൊക്കെ കഴിക്കാൻ പാടായതുകൊണ്ടാണോ? എനിക്ക് ഭയങ്കര മീനിന്റെ ചോയ ഇഷ്ടമല്ല. ആണോ? ഓക്കെ. അപ്പൊ ഈ നെയ്മീനും കാര്യങ്ങളൊന്നും അത്ര മീനിന്റെ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ, ഒരു ചിക്കൻ കഴിക്കുന്ന പോലെ അല്ലേ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പ്രോൺസ് ഇഷ്ടമാണ്. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ മീറ്റ് ചിക്കൻ ആണോ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം? ഞാൻ ചിക്കൻ ആണെങ്കിൽ ബീഫും ഇടയ്ക്ക്, അതും റയറാണ്. ഓക്കെ. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൂടുതലും എങ്ങനത്തെയാ? നോൺ വെജ് ആണോ വെജ് ആണോ പ്രിഫർ ചെയ്യാനൊക്കെ? നമ്മുടെ ഈ അമ്മമാരൊക്കെ പറയും ട്രാവൽ ചെയ്യുമ്പോഴേക്കും നോൺ വെജ് കഴിക്കരുത്, വെജ് കൂടുതൽ കഴിക്കണം. ആ കൂട്ടത്തിലുള്ളതാണ്. പക്ഷെ ഞാൻ നോൺ വെജിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് വെജാണ്. ട്രാവൽ ചെയ്യുക അല്ലെങ്കിലാണ് നോർമലി ഡേ ടു ഡേ ബേസിൽ ഞാൻ വെജാണ് കൂടുതൽ കഴിക്കാറ്. പക്ഷെ ട്രാവൽ ചെയ്യുമ്പോൾ പറയുന്ന പോലെ എന്തെങ്കിലും വയറിന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നാൽ നോൺ വെജ് കഴിക്കുമ്പോൾ അതിന് ചാൻസസ് കൂടുതലുണ്ട് എന്നുള്ളൊരു ഇതിൽ ഞാൻ വെജാണ് മോസ്റ്റ്ലി കഴിക്കാറ്. പ്രത്യേകിച്ച് നമുക്ക് വയറിനിങ്ങനെ ഇടയ്ക്ക് പ്രശ്നം വരുന്നത്, റിസ്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഷൂട്ടിംഗ് സെറ്റിൽ എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് ഷൂട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ വന്നിട്ടുണ്ടോ? ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് എന്തെങ്കിലും? എന്നെ അറിയുന്നതിന്റെ ഷൂട്ടിന്റെ സമയത്ത് ഞങ്ങള്
ഇന്ത്യ ഫുൾ ഒരു ട്രിപ്പ് പോയിരുന്നു. സിക്കിമിന്റെ അവിടെ മോമോസ് കഴിച്ചതാ, ചിക്കൻ മോമോസ് ക്യാബേജ് ഒക്കെ ആയിട്ട്. വേറെ തീരെ പിടിച്ചില്ല, ഫുൾ ഛർദിയും. അയ്യോ ചേട്ടൻ ഓരോരോ ഐറ്റംസ് ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഇതെന്താ ചേട്ടാ ഇതിന്റെ പേര്? ചീസാണ് അതിന്റെ മുകളില്. ഇനി ഇത് മാറ്റി അടുത്ത അലർജിയുടെ സാധനം കൊണ്ടുവരും. അലർജി എനിക്ക് ചീസ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബർഗറൊക്കെ ചീസ് ഇല്ലാണ്ട് ഓപ്ഷൻ ആയിരിക്കും പറയാ. അലർജി ആണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ അതൊക്കെ കഴിക്കും എന്നാണ് പറയണത്. ലാക്ടോസ് ഇൻടോളറൻസ് ഒന്നും ഒരു അലർജി അല്ല, അതൊക്കെ വെറുതെ ഒരു പേരുന്നാണ്. ഈ സെറ്റിലൊക്കെ ഭയങ്കര ഫുഡി ആയിട്ട് തോന്നിയിട്ടുള്ളത് ആരാ? വേറെ ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴേക്കും കൂടെ അഭിനയിച്ചിട്ടുള്ളവരിൽ ആരാ ഏറ്റവും കൂടുതൽ ഫുഡി ആയിട്ട് തോന്നിയിട്ടുള്ളത്? അങ്ങനെ അതിച്ചോറ് ഭയങ്കര ഫുഡിയാ? ആളെന്നെ ക്യാരവാനില് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. ആണോ? ഓക്കെ. എന്റെ സെറ്റിൽ ഞങ്ങൾക്ക് ചിലവർക്ക് വന്ന് തരുമൊക്കെ ചെയ്യും ഉണ്ടാക്കിയത്, കബാബോ അല്ലെങ്കിൽ കസ്റ്റേർഡോ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നെ അറിഞ്ഞാൽ സെറ്റില് എൻറ്റയർ സെറ്റിന് ആള് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിരുന്നു. ആണോ? ഓക്കെ. അപ്പോൾ ആള് ഭയങ്കര ഫുഡിയാണ്. ഫുഡിനെ പറ്റി കുറെ സംസാരിക്കുകയും ചെയ്യും. ലൈക്ക് ആള് ഡയറ്റ് പ്ലാൻസും എല്ലാതും വാട്ട് എവർ പ്രോട്ടീൻസ് ആൻഡ് കാലറീസ് അങ്ങനത്തെ കാര്യത്തിനെ പറ്റി കുറെ സംസാരിക്കുള്ളൂ. ലൈക്ക് സെറ്റിലെ ഫുഡ് ആളുടെ ഡയറ്റിന് പറ്റാത്തോണ്ടാണ് ലൈക്ക് തന്നെ ഉണ്ടാക്കുന്നത്, അതോ ലൈക്ക് അതാണ്? കാരണം സെറ്റിലെ ഫുഡ് മേ ബി ചിലപ്പോൾ ഓയിൽ കൂടുതലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, കാരണം കുറെ ആൾക്കാർക്ക് ഉണ്ടാക്കുന്നതല്ലേ. സോ ഹിസ് ഡയറ്റ് വുഡ് ബി മോർ ചപ്പാത്തി, പ്ലെയിൻ ആയിട്ട് ഒന്നും ഇടാത്ത ചപ്പാത്തിയും അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ. അനീക്ക് ഡയറ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? കണ്ടിട്ട് തോന്നുന്നുണ്ടോ? അല്ല ഞാൻ ചോദിക്കല്ലേ, കുറച്ചൊക്കെ നമ്മളിങ്ങനെ ചില സിനിമയ്ക്ക് വേണ്ടി അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ലൈക്ക് സ്കിന്നൊക്കെ നന്നായിട്ട് നോക്കാൻ അങ്ങനെ. ഞാൻ അങ്ങനത്തെ ഒരു സിനിമ വരാനായിട്ട് കാത്തിക്കണം ഡയറ്റ് ചെയ്യാനായിട്ട്, അങ്ങനെയെങ്കിലും ഡയറ്റ് ചെയ്യല്ലോന്ന്. അപ്പൊ ഞാനിങ്ങനെ കേട്ടു, ഞാനിങ്ങനെ അനിക എല്ലാ ഇന്റർവ്യൂലും ഈ ആർട്ടിസ്റ്റുകളെ പറ്റി ചോദിക്കുമ്പോ പറഞ്ഞു മടുത്തു, ഇനി എന്റെ അടുത്ത് പ്ലീസ് ദയവേദത് ചോദിക്കല്ലേ എന്നിങ്ങനെ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ദൈവമേ ഞാൻ ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഏറ്റവും കൂടുതൽ ലൈക്ക് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ലൈക്ക് മോളായിട്ട് അഭിനയിച്ച ഒരു ആളുകളിൽ ഒരാളാണ് അനിക. അപ്പൊ ഞാൻ അനികയുടെ കൂടെ അഭിനയിച്ച ആ ഒരു പാരന്റ്സ് എന്നുള്ള രീതിയിൽ വരുന്ന ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അതിൽ കുറച്ച് സിനിമകൾ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ് എന്നല്ല, അവര് പേരൻസ് ആയിട്ട് വന്നപ്പോ ആ മൂവി സെറ്റിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എവിടെയും പറയാത്തതോ അനികയുടെ മനസ്സിൽ വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ. ഓക്കെ, ഫസ്റ്റ് അജിത്തൻ തൃഷ. ഇതെവിടെയായിരുന്നു? എനിക്കതൊരു ഫസ്റ്റ് തമിഴ് മൂവി ആയിരുന്നു. ഒരു ഇതാ പാട്ടിലൊരു ബീച്ചിലെ സീനാണ്. ഇതൊക്കെ എന്താണ് ഇപ്പൊ ഉള്ളത്? എനിക്ക് ഈ സീനെടുത്ത അത്ര ഓർമ്മയില്ല സത്യം പറഞ്ഞു. ലൈക് സീൻ എന്നല്ല, ആ ഹോൾ മൂവിയില് ലൈക് ഇവരുടെ പാരന്റ്സ് ആ ഒരു സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തൃഷ മാമിന്റെ കൂടെ അധികം ഇല്ലായിരുന്നു ചെയ്യാനായിട്ട്, കാരണം ഷീ ഡൈസ്.